ഇന്ന് ഡിസംബർ 31, 2025. യുക്രൈൻ ഡിസംബർ 29 വ്ളാഡിമിർ പ്യൂട്ടിന്റെ ഒരു വസതിക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതിന് തെളിവ് നൽകി റഷ്യ. കറൻസി തകർച്ച, പണപ്പെരുപ്പം, യുദ്ധപ്രത്യാഘാതങ്ങൾ എന്നിവയ്ക്കിടയിൽ ഇറാനിൽ പ്രതിഷേധം. ഇറാനിലെ സ്റ്റുഡൻസ്, ബിസിനസ് പീപ്പിൾ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. 1979 വിപ്ലവത്തിൽ പുറത്താക്കപ്പെട്ട ക്രൗൺ പ്രിൻസ് റസ പെഹ്ലാവി രാജ്യവ്യാപക പണിമുടക്കിന് ആഹ്വാനം ചെയ്തു. ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ. യൂറോപ്പിലെ സംഘർഷങ്ങൾക്കിടയിൽ ബെലാറസിൽ റഷ്യ ഹൈപ്പർസോണിക് ഒറേഷ്നിക് മിസൈലുകൾ വിന്യസിച്ചു. ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ദീർഘകാല നേതാവുമായ ഖാലിദ സിയ 80 വയസ്സ്. ദീർഘനാളത്തെ അസുഖത്തെ തുടർന്ന് അന്തരിച്ചിരുന്നു. 2 തവണ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച അവർ ഷെയ്ഖ് ഹസീനയുമായി കടുത്ത ശത്രുതയിലായിരുന്നു. ഖാലിദ സിയയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ 10,000 കണക്കിന് അനുയായികൾ ധാക്കയിൽ ഒത്തുകൂടി.